റോക്കിയുടെ ഇടിയിൽ സിജോയ്ക്ക് താടിയെല്ലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ റോക്കി എന്തായാലും പുറത്താകുമെന്ന് ഏകദേശം നമുക്ക് ഉറപ്പാണ്. കാരണം ഒരു ഫിസിക്കൽ അസോൾട്ടാണ്, ഒരാളെ ശരീര ഉപദ്രവം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റോക്കി ഇനി എന്തായാലും ഒരു ദിവസം പോലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിർത്തില്ല എന്ന് ഉറപ്പാണ്. അത് മാത്രമല്ല, നല്ല പഞ്ചാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നല്ലൊരു ഹൂക്ക് പഞ്ച് എന്ന് പറയുന്ന ഒരു സംഭവമാണ് റോക്കി സിജോയ്ക്ക് നൽകിയത്. നല്ല പോലെ പരിക്കേറ്റിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. അതിന് അടുത്ത ദിവസങ്ങളിലെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റൂ. കാരണം ഇപ്പോൾ തന്നെ സിജോയ്ക്ക് നല്ല പെയിൻ ഉണ്ട് എന്ന് സിജോ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ സിജോയും ബിഗ് ബോസ് ഹൗസിൽ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യത്തിൽ വളരെ സംശയമായിരിക്കും. എന്തായാലും പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റിനൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഹൗസിൽ നിന്ന് കുറച്ച് താൽക്കാലികമായിട്ടെങ്കിലും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ടായിരിക്കും അത് പോകുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, റോക്കിയെ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യണം എന്ന് സിജോയ്ക്ക് കൃത്യമായി അറിയാം. സിജോയ്ക്ക് റോക്കിയുടെ കാര്യം മാത്രമല്ല, ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഏകദേശമുള്ളവരുടെ കാര്യമൊക്കെ സിജോയ്ക്ക് അറിയാം. സിജോ ഒരു അധ്യാപകനാണ്, മാത്രമല്ല ഒരു യൂട്യൂബറാണ്. അത്യാവശ്യം മെന്റലി ആൾക്കാരെ പഠിക്കാൻ സിജോയ്ക്ക് നല്ലപോലെ അറിയാം. അങ്ങനെയുള്ള സിജോയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞ ദിവസം എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ റോക്കിയുടെ ഒരു വീഡിയോ കാണിച്ചു. അതിൽ ഈ ജാസ്മിനും റോക്കിയും അല്ലെങ്കിൽ ഗബ്രി ജാസ്മിൻ റോക്കി ഇഷ്യൂ ആണ് കാണിച്ചത് മൊത്തം. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഏറ്റവും പെട്ടെന്ന് പ്രൊവോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് റോക്കി. അത് സിജോ കറക്റ്റായിട്ട് ഉപയോഗിച്ചു എന്ന് പറയാം. കാരണം ഒരു അടി കിട്ടിയാലും റോക്കി പുറത്തായി എന്നുള്ളതാണ്. പക്ഷേ ഇനി സിജോയും ഷോയിൽ കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമാണ്.